ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇത് ഫസ്റ്റ് വീഡിയോ. ഇപ്പോൾ എണീറ്റിട്ടേ ഉള്ളൂ. ഇപ്പോൾ സമയം 8:45. എനിക്കിന്നാണെങ്കിൽ ഒരു ജോബ് ഇൻ്റർവ്യൂ ഉണ്ട്. ജോബ് ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ പാർട്ട് ടൈം ജോബ് ഇൻ്റർവ്യൂ, എന്നാലും അത് ജോബ് ഇൻ്റർവ്യൂ ആണ്. 1 മണിക്കാണ്. അപ്പോൾ നമുക്കൊന്ന് അതിന് പോകണം, ഫുഡ് കഴിക്കണം. ഓൾറെഡി എനിക്കൊരു പാർട്ട് ടൈം ഉണ്ട്. അതെനിക്ക് അത്ര സെറ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വേറെ അന്വേഷിക്കുന്നതാണ്. അപ്പം ഇന്ന് അതിന് പോകണം. അപ്പോൾ ഇന്നലെ ആ ജോബ് ഉണ്ടായിരുന്നത് കൊണ്ട് നല്ല വയ്യാണ്ടാണ് വന്ന് കയറുന്നത്. ഇപ്പോൾ രാത്രി ഫുഡ് നമ്മൾ കഴിച്ചിട്ടില്ല, സ്കിപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണം ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം, റെഡി ആയിട്ട് പോകണം. പിന്നെ അതൊരു 3/4 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട്. പക്ഷെ നമുക്ക് ഇന്ന് മുതൽ നമ്മൾ ലോങ് വീഡിയോസ് ആയിരിക്കും. കാരണമൊന്നുമില്ല, എനിക്ക് ബോറടിച്ച് ഞാൻ ചാവില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ, ആരോടെങ്കിലും വേണ്ടി പറഞ്ഞിരിക്കാമല്ലോ എന്ന് വിചാരിച്ച് മാത്രം തുടങ്ങുന്ന ഒരു ലോങ് വീഡിയോ. ആരും കാണണ്ട, കുഴപ്പമില്ല, പക്ഷെ ഞാനിടും. ഓക്കെ, ആരും കാണരുത്, ആരും കാണില്ല എന്നുള്ള ഒരു എന്താ പറയുക, ആരും കാണില്ല എന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ട് മാത്രം ലോങ് വീഡിയോ ഇടുന്നത് ഞാൻ. ആരും കാണണ്ട. ഓക്കെ, അപ്പോൾ നമുക്കിനി പല്ലേച്ച് റെഡിയായി ഫുഡ് ഉണ്ടാക്കിയിട്ട് കാണാം. അപ്പോൾ രാവിലെ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരു കുപ്പി വെള്ളം അങ്ങോട്ട് കുടിച്ച്, അതാണ് നമുക്ക് രാവിലെ ചെയ്യാനുള്ള കാര്യം. കാരണം ഹെൽത്ത് ഈസ് വെൽത്ത് ആണല്ലോ. അപ്പോൾ ഞാൻ ഇത് മുഴുവൻ തീർക്കും. എന്നിട്ട് ഞാൻ വാഷ്റൂമിൽ പോവും, പല്ലേക്കും, പിന്നെ കുക്ക് ചെയ്യും. പിന്നെ നമ്മൾ റെഡിയാവാൻ തുടങ്ങും, ബാഗ് പാക്ക് ചെയ്യാൻ തുടങ്ങും. മറക്കാതിരിക്കേണ്ട സാധനമാണ് നമ്മുടെ ട്രാവലിംഗ് ടിക്കറ്റ്. ബിക്കോസ് നമുക്കിന്നൊരു റീജിയൻ ബസ് കാരണം, റീജിയൻ ബസ് അല്ലെങ്കിലും ട്രാവലിംഗ് ടിക്കറ്റ് എപ്പോഴും കയ്യിലുണ്ടാവണം നല്ലതാണ്. കാരണം എനിക്ക് ഈ അടുത്ത് ഒരു ഫൈൻ അടിച്ച് കിട്ടി, 135 യൂറോ. പക്ഷേ ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട്. എൻ്റെ സാധനം അറ്റ് മൊമെൻറ്റ് ചെക്കിങ് ടൈമിൽ എൻ്റെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. പക്ഷേ എനിക്ക് ടിക്കറ്റ് ഉണ്ട്, പ്രീമിയം ടിക്കറ്റ്. അപ്പോൾ ഞാനിവിടെ എവിടെയാണെന്നുള്ളതും പിന്നെന്താ ഞാൻ എന്നാ പഠിക്കുന്നതെന്നുള്ളതും എല്ലാം നമുക്ക് ഇനി വീഡിയോസിലിടുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമുക്കുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് ജോബ് ഹണ്ടിങ് ആണ്. ജോബ് ഹണ്ടിങ് അല്ല, ഒരു ജോബ് ഇൻ്റർവ്യൂ ആണ്. നമുക്ക് ഓൾറെഡി ഹണ്ടിങ് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ വരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ബാക്കി നമുക്ക് റെഡി ആയിട്ട് കാണാം. അങ്ങനെ നമ്മുടെ പല്ല് തേക്കലും രാവിലത്തെ പ്രഭാത കർമ്മങ്ങളും രാവിലത്തെ തേവാരം കഴിഞ്ഞിരിക്കണം. ഇനി നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ പോവാണ്. മൊബൈലിലാണെങ്കിൽ ചാർജില്ല, അറിയാലോ. ഇന്നാണ് നമ്മൾ വീഡിയോ എടുക്കണം എന്നുള്ള തീരുമാനത്തിലെത്തിയത്. അതുകൊണ്ട് ഫോണിലൊന്നും ചാർജില്ല. ബട്ട് സ്റ്റിൽ ഞാനെൻ്റെ റൂം കാണിച്ചു തരാട്ടോ നിങ്ങൾക്ക്. പരിതാപകരമായി കിടക്കുന്ന എൻ്റെ റൂം ഉണ്ടോ? ഇതാണ് എൻ്റെ റൂമിൻ്റെ അവസ്ഥ. എൻ്റെ മോനെ തൊക്കിന് വൃത്തിയാക്കണം. ഉണ്ടോ? എൻ്റെ ലാപ്ടോപ്പ് പണി കഴിഞ്ഞു. ഇനിയിപ്പോൾ PC പോലെ വർക്ക് ചെയ്യുള്ളൂ. ഇവിടെ നീക്കാൻ പറ്റില്ല. നീക്കിയാൽ സ്ക്രീൻ ഓഫ് ആവും. ഡിസ്പ്ലേക്ക് എന്തോ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. ഇതാണ് എൻ്റെ ഡ്രീം കമ്പനി. ഇവിടെ വർക്ക് ചെയ്യാനാണ് ഞാനിവിടെ വെച്ച് പണിയെടുക്കുന്നത് എന്നാണ് ഞാൻ എന്നെ തന്നെ സമാധാനിപ്പിക്കുന്നത്. കണ്ടോ? ബെഡിൻ്റെ ഏരിയ ഞാൻ കാണിക്കണില്ല, കാരണം അത്രയും കച്ചറയായിട്ടാണ് കിടക്കുന്നത്. ഇനി അതൊക്കെ നമുക്ക് ശരിയാക്കണം. ഇന്ന് നമുക്ക് 2 ഇൻ്റർവ്യൂ ഉണ്ട് കേട്ടോ. എനിക്കിന്ന് മൊബൈൽ നോക്കിയപ്പോൾ മനസ്സിലായത് ഒന്നല്ല 2 ഇൻ്റർവ്യൂ ആണ് നമുക്കുള്ളത്. രണ്ടും നല്ല ലോങ് ഡിസ്റ്റൻസ്. ഒന്ന് നോർത്തിലാണ്, ഒന്ന് സൗത്തിൽ. അത്രയും അടിപൊളി ഡിസ്റ്റൻസിലാണ് നമുക്ക് 2 ഇൻ്റർവ്യൂ കിട്ടിയിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ നമ്മളൊന്ന് പോവും, 2 സ്ഥലത്തേക്കും പോവും. അപ്പോൾ നമുക്കിന്ന് ചെയ്യാനുള്ളത് ഫസ്റ്റ് ഫുഡ് ഉണ്ടാക്കണം, കഴിക്കണം, പിന്നെ നമുക്ക് റെഡി ആവണം, ബാഗ് പാക്ക് ചെയ്യണം, പോകണം. അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ പുതിയതായിട്ട് വായിക്കാൻ തുടങ്ങിയ ബുക്കാണ് കേട്ടോ, നമ്മുടെ അരുന്ധതി റോയുടെ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ബുക്കാണ് നമ്മുടെ ഇന്ന് സ്വന്തം സഹചാരി ട്രാവലിംഗ് പാർട്ട്ണർ. എൻ്റെ ട്രാവലിംഗ് പാർട്ട്ണറാണ് അരുന്ധതി റോയ്. അപ്പോൾ നമ്മളിന്ന് ഇതൊക്കെ വെച്ചിട്ട് വേണം നമുക്ക് പാക്ക് ചെയ്യാൻ. അപ്പോൾ പാക്ക് ചെയ്യാൻ കുറേ ഉണ്ടാവും എനിക്ക്. ഫുഡും പാക്ക് ചെയ്യണം, കാരണം ഞാൻ പറഞ്ഞ 2 ഇൻ്റർവ്യൂ ഉണ്ട്, 2 അറ്റത്താണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഫുഡ് പ്രിപ്പറേഷനിലോട്ടും കിടക്കാം. ഇന്നലെ കഴിച്ചും കുടിച്ചും വെച്ച സാധനങ്ങളാണ്. ഇതൊക്കെ കഴുകി വയ്ക്കണം നമുക്ക്. അപ്പോൾ ഇത് നമുക്ക് കൊണ്ടുപോകാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് മൈദ ദോശ, ബേസൻ മീൽ, ഗോതമ്പ് പൊടി എന്നാണ് തോന്നുന്നു. ഇതിൻ്റെ ദോശയും പിന്നെ കുറച്ച് പൊട്ടാറ്റോ ബാജിക്കറി, ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി പെട്ടെന്ന് ഉണ്ടാക്കാം. ബിക്കോസ് ഞാനത്ര വീഡിയോ എടുത്ത് കുക്ക് ചെയ്യാൻ ഉള്ള കഴിവ് എനിക്കില്ല. അപ്പോൾ ഞാനിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പൊടി ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് ദോശ ഉണ്ടാക്കാം. ഒരു സ്റ്റാൻഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാധനം അവിടെ കൊണ്ടുവച്ചിട്ട് നമുക്ക് സംസാരിക്കുമായിരുന്നു. പക്ഷെ നമ്മളതില്ല. അപ്പോൾ നമ്മളത് എവിടെയെങ്കിലും വെക്കാൻ പറ്റുമോ നോക്കട്ടെ ഞാൻ. പറ്റില്ല. ഇപ്പോൾ ഞാൻ ഉപ്പും വെളിച്ചെണ്ണയൊക്കെ കൂട്ടി വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് വെച്ചേക്കുന്നത്. ഐ തിങ്ക് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കിനി കാര്യപരിപാടിയിലേക്ക് കിടക്കാം. പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് പൊട്ടാറ്റോസ്. ഭയങ്കര പൊട്ടാറ്റോസ് ആണെന്നല്ല, പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു പച്ചക്കറി പൊട്ടാറ്റോ ആണ്. കാലചക്രം കറങ്ങിയിട്ട് ഈ കുക്ക് ചെയ്യുമ്പോൾ സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ അപ്പുറത്തും പിള്ളേരുള്ളതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു 3 ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കഴുകാനുള്ളതാണ്.
കണ്ടു. ഞാനതിൽ കുറച്ച് വെജീസും കൂടി ആഡ് ചെയ്തു, കുറച്ച് ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ റോസ്റ്റ്, എല്ലാ പൊടികളും നമ്മൾ കൊണ്ട് തട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു. ഞാൻ എൻ്റെ ഫുഡ് എടുത്ത് എല്ലാ ബാക്ക്ഗ്രൗണ്ടിൽ തുണികളാണ്. ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കാര്യമാക്കരുത്, ഞാൻ എന്താ അത് ക്ലീൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ഫുഡ് എടുത്ത് റൂമിൽ വന്നു. ബിക്കോസ് എനിക്ക് റൂമിൽ നിന്ന് കഴിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ എന്തായാലും കാണിച്ചു തരാം എൻ്റെ ഫുഡ് എന്താണ്. നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. ഇത് ഒരു 3 മൈദ ദോശ, പിന്നെ ഒരു എല്ലാ കുറുമ പോലത്തെ എല്ലാ വെജിറ്റബിൾസിൻ്റെ എല്ലാ സാധനങ്ങളും കൊണ്ടിട്ടുള്ളൊരു കറി. പൊട്ടാറ്റോൻ്റെ വലിപ്പം കണ്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട, നമുക്ക് ഇങ്ങനെ കൈ കൊണ്ട് ഉടച്ച് ചെറുതാക്കി കഴിക്കാമല്ലോ. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമുക്കിനി ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് റെഡിയായി പോവാം. അതെ, അത്രേ ഉള്ളൂ. എന്തൊക്കെ കഷ്ടപ്പാടാണെന്ന് വീഡിയോ എടുക്കണമെങ്കിൽ. സ്റ്റാൻഡില്ല, നല്ല ബാക്ക്ഗ്രൗണ്ടില്ല, നല്ല ലുക്കില്ല, ഒന്നുമില്ല. ആകെയുള്ളത് ശരി കോൺഫിഡൻസ് മാത്രം. അപ്പോൾ ഇതാണ് നമ്മുടെ ബാജിക്കറി എന്ന് പറയാൻ പറ്റില്ല, എന്തോ കറി ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ ഉപ്പിടാൻ മറന്നു എന്നുള്ളത്. ദോശയിൽ ഉപ്പിട്ടില്ല, കറിയിൽ അത്യാവശ്യം അതിൽ ഞാൻ ഉപ്പിട്ടുണ്ട്. സോ ഇത് ബാലൻസ് ആയി ഉപ്പിടുന്നുണ്ട്. കാണാനൊരു ബ്രേക്ക്ഫാസ്റ്റ് ലുക്കൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ചായ കൂടി ഉണ്ടാക്കായിരുന്നു. പക്ഷേ ചായ കുടിക്കേണ്ട അത്ര ഹെൽത്തി അല്ലാത്തതുകൊണ്ട് മാത്രം, ഞാൻ അത്രയും വയ്യാത്തപ്പോൾ മാത്രമേ ചായ കുടിക്കാറുള്ളൂ. കണ്ടോ, ഇതാണ് സംഭവം. കണ്ടില്ലേ? വിശന്നിരിക്കായതുകൊണ്ട് നമുക്കെല്ലാം ടേസ്റ്റ് ആയിരിക്കും. ഉപ്പിട്ടത് കുറച്ച് കൂടിപ്പോയി തോന്നുന്നു, ബട്ട് സ്റ്റിൽ ബാലൻസായി പോകുന്നുണ്ട്, കഴിക്കാൻ പറ്റുന്നുണ്ട്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. റെഡി ആവുക മീൻസ് നമ്മൾ അതെ, ഒരു ബ്ലാക്ക് ടോപ്പും പിന്നെ ഒരു ജീനും, അങ്ങനെ നമ്മൾ റെഡി ആയി കഴിഞ്ഞു. നമ്മുടെ ഫസ്റ്റ് പ്ലേസിലേക്ക് പോവാണ്. ഫസ്റ്റ് പ്ലേസ് എന്ന് പറയുമ്പോൾ വട കൊണ്ട് വെച്ചാലും ഫ്രെയിം ഭംഗിയില്ലല്ലോ. ഫസ്റ്റത്തെ സ്ഥലം എന്ന് പറയുന്നത് നമുക്ക് 2 ബസ് കയറണം. ഒരു നോർമൽ ബസ്സും ഒരു റീജിയണൽ ബസ്സും കയറിയിട്ട് വേണം നമുക്ക് ഫസ്റ്റത്തെ നമ്മുടെ ഇൻ്റർവ്യൂ പ്ലേസിലെത്താൻ. എങ്ങനെ പോലെ ഒരു 39 മിനിറ്റ് ഉണ്ട്. നമുക്ക് ആദ്യം അങ്ങോട്ട് പോകാം, അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. അതും ഇതുപോലെ റീജിയണൽ ബസ് കയറിയിട്ട് വേണം പോകാൻ. അപ്പോൾ നമുക്ക് എന്തായാലും 2 സ്ഥലത്തേക്ക് എന്തായാലും പോകണം, കാരണം നമുക്ക് വേറെ പണികളൊന്നും ഇല്ല. മാത്രമല്ല മറ്റന്നാൾ മുതൽ നമുക്ക് എക്സാമും സ്റ്റാർട്ട് ചെയ്യും, നമുക്ക് അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം. സോ നമ്മളിന്ന് പോകാൻ വേണ്ടി നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ മറക്കാതെ എടുത്തേണ്ട കാര്യങ്ങൾ നമ്മുടെ ടിക്കറ്റ്സ് ആണെങ്കിൽ ഫൈൻ കിട്ടും. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് പുറത്തിറങ്ങിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. നല്ല വെയിലുള്ള ദിവസമാണ്. എന്തായാലും നന്നായി നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ട് കേട്ടോ. നമുക്ക് 11:35 ബസ്, അല്ല 39. നമ്മളൊരു 20 ആകുമ്പോഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്, കാരണം അല്ലെങ്കിൽ എനിക്കത് മിസ്സാവും. എനിക്ക് എൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട്. അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തിയിട്ടാണ്. ഒന്നെങ്കിൽ നമ്മൾ നല്ല ലേറ്റായിട്ട് വരും, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ വരും. ഈശ്വര, ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടാണ്. ആൾക്കാർ പോകുമ്പോൾ എനിക്ക് നാണം വരും. ഇവിടെ വന്നതിന് ശേഷമാണ് മുഖത്ത് ഇത്ര അധികം കുരുക്കൾ ഈ ഒരു ബസ് വന്നല്ല. അങ്ങനെ നമ്മൾ നമ്മുടെ 2ാമത്തെ ബസ് സ്റ്റോപ്പിലെത്തി. എന്നിട്ട് ഞാൻ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്തിരിക്കണമെന്നാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. എൻ്റെ മുന്നിൽ ബസ് പോകുന്നുണ്ട്, വേറെ എനിക്ക് പോകാനുള്ളത്. പക്ഷെ എനിക്ക് മനസ്സിലായില്ല, അതാ പോണത് എനിക്ക് പോകാനുള്ള ബസ്സായിരുന്നു. ഞാൻ ഓപ്പോസിറ്റാണ് ബസ് കയറാൻ നിൽക്കേണ്ടത്, പക്ഷെ ഞാൻ ഇരുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ്. നല്ല പൊട്ടത്തരം മാത്രമേ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ലാസ്റ്റ് ഞാൻ ആ ബസ്സിൽ കയറി കേട്ടോ. ബസ്സിൽ കയറിയപ്പോൾ അടിപൊളി ഗ്രീനറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചപ്പിൻ്റെ ഒരു ഹരിതാപമായിരുന്നു അവിടെ. ഫുൾ പച്ചപ്പ്. എനിക്ക് നാട്ടിലെത്തി നമ്മുടെ മൂന്നാർ പോണ വഴിയിൽ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നേ. അത്രയും ഗ്രീനറി, അത്രയും സെറ്റ് സ്ഥലമായിരുന്നു കേട്ടോ. കുറേ നാൾക്ക് ശേഷം ഇങ്ങനത്തെ ഒരു സ്ഥലം കാണുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തിയിട്ടാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിമനോഹരമായ ഒരു ഗ്രാമമാണ് കേട്ടോ, ഒരു ഗ്രാമപ്രദേശം. ഇവിടേക്ക് വണ്ടി ഉണ്ട്, പക്ഷേ നമ്മൾ വന്ന ബസ് മാറിപ്പോയി. ഇതെനിക്ക് സ്ഥിരമുള്ളതാണ്, നാട്ടിലുള്ളപ്പോഴുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് 12 മിനിറ്റ് നടക്കണം. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നടക്കാൻ സ്ഥലം കാണാൻ നല്ല രസം കിട്ടും. ഒരു ഫാരി ലാൻഡൊക്കെ പോലെയുണ്ട്. പച്ചപ്പും ഹരിതാവും. ഇവർ ഇത്രയും പച്ചപ്പ് കണ്ടുവന്നു, പിന്നെ നമ്മുടെ നാട്ടിൽ വന്നിട്ട് എന്തിനാണ് ഈ പച്ചപ്പ് കാണുമ്പോൾ ഇത്രയും മരിച്ച് അഭിനയിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഞാൻ കാണിച്ചു തരാത്ത വഴികൾ. സമയം ഒരു 12:41 ആയിട്ടുണ്ട്. നമുക്ക് അവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടിയേക്കേണ്ട 1 മണിക്കാണ്. 1 മണിക്ക് അവിടെ എത്താൻ പറ്റുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. നല്ല സ്ഥലമാണ്, അടിപൊളി സ്ഥലം. ഈ വെയിലില്ലായിരുന്നെങ്കിൽ അടിപൊളിയായേനെ. വെയിലിൻ്റെ ചെറിയൊരു പ്രശ്നമുള്ളൂ, പക്ഷേ ഇറ്റ്സ് ഓക്കെ. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൊളി സ്ഥലം കേട്ടോ. എനിക്ക് സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര പച്ചപ്പ്, എവിടെ നോക്കിയാലും പൂക്കളും പഴങ്ങളും, പ്രകൃതി രമണീയമായ സ്ഥലം. ഇതെന്തോ ഫാമാന്ന് തോന്നുന്നു കേട്ടോ.
കണ്ടോ, ഈ ബസ്സിൽ വരാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് കാണിച്ചു തരാം ബസ്സിൽ. പക്ഷെ നമ്മൾ ചൂസ് ചെയ്തത് നടക്കാനായിരുന്നു. മനസ്സിലായി? ഈ ബസ് ഇവിടെ ഇതിൻ്റെ എനിക്ക് പോകാനുള്ള സ്ഥലത്തിന് ഫ്രണ്ട് വരെ നമുക്ക് ബസ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നടന്നു വന്നു. അതാണ് നമ്മുടെ വിജയം. വട്ടപ്പരിപാടി അവതരിപ്പിച്ചാലും അങ്ങനെയാവൂലും. അങ്ങനെ ഞാനൊരു സ്ഥലം കണ്ടുപിടിച്ചിരിക്കുന്നു. നമ്മൾ ഓൺ ടൈമാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി ബാക്കി വിശേഷങ്ങൾ പോയി വന്നിട്ട് പറയാം. അങ്ങനെ 1 മണിക്ക് അവിടെ എത്തി. 3 മണിയാകുമ്പോഴേക്കും നമ്മുടെ എല്ലാ ഇൻ്റർവ്യൂവും ട്രയലും എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. നമ്മൾ തിരിച്ച് വണ്ടി കയറിയിട്ടു. തിരിച്ച് വണ്ടി കയറിയപ്പോഴാണ് ഈ റബ്ബറും തോട്ടം പോലത്തെ കാരണം ഞാൻ കാണുന്നത്. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ അടുത്ത വണ്ടി കയറി ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഫുഡ് കഴിക്കാൻ നമ്മളൊരു ഡാഗ് എന്ന് പറഞ്ഞിട്ട് സ്ഥലത്ത് ഒരു ഡോണർ. അപ്പോൾ നമ്മൾ ഇന്നൊരു ഡോണർ കഴിക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു എനിക്ക് തന്നെ ഞാൻ ട്രീറ്റ് ചെയ്യാറ്. എന്തെങ്കിലും നമുക്ക് പണിയെടുക്കാൻ ഒരു എനർജി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കബാബ് കഴിച്ച് എന്നെ തന്നെ സന്തോഷിപ്പിക്കാം. എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നുന്ന സിറ്റുവേഷനിൽ ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത് ഫുഡ് വാങ്ങിച്ചു കൊടുത്തിട്ടാണ്. ഫുഡ് കൊടുത്താൽ ഞാൻ ഭയങ്കര മോട്ടിവേറ്റ് ആവും. സോ ഇതെനിക്കുള്ള എൻ്റെ സ്നേഹസംബന്ധം. പണിയെടുക്കാൻ എടുത്തെടുത്ത് വയ്യാണ്ടായിരിക്കുന്ന ആൾക്കാരാണെങ്കിലും നമുക്ക് എന്തെങ്കിലും നമ്മൾ ട്രീറ്റ് ചെയ്യാം. അത് നമുക്ക് അടുത്ത പണിയെടുത്ത് ഭയങ്കര എനർജി. എനിക്കാണ്ട് തോന്നിയിട്ട് ഇത് കഴിഞ്ഞ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണം. നമുക്ക് പർച്ചേസ് ചെയ്യാൻ നമുക്ക് ഒരുമിച്ച് പോകാം. എന്തായാലും തീർക്കട്ടെ. നല്ല ഹെവി ടോണർ കേട്ടോ. ഒറ്റയ്ക്ക് റെസ്റ്റോറൻറ്റിൽ വന്നിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റി എന്തോ ഒരു സംഭവിക്കുക എന്നുള്ള റീലുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം ഒന്നല്ല ഒറ്റയ്ക്ക് വന്ന് കഴിക്കണം. ഞാൻ നാട്ടിലുള്ളപ്പോൾ ഒറ്റയ്ക്ക് റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാൻ എൻ്റെ അവസ്ഥ വന്നിട്ടുണ്ട്. ചിലപ്പോൾ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ. അപ്പോൾ എനിക്കൊരു വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇങ്ങനെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. വലിയ കുഴപ്പമുള്ള കാര്യമല്ല. നമ്മൾ നമ്മുടെ കമ്പനി ഭയങ്കര എൻജോയ് ചെയ്താൽ മതി. അത്രേ ഉള്ളൂ. സിമ്പിളാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഡോണർ കബാബൊക്കെ നല്ല സെറ്റാക്കി കഴിച്ചിട്ടാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പോവുകയാണ്. നമ്മളവിടെ വേസ്റ്റ് കൊണ്ട് കളയും. അങ്ങനെ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയായിരുന്നു കേട്ടോ. ബാക്കിയൊക്കെ എടുക്കാൻ മറന്നുപോയി. അതങ്ങനെയാണല്ലോ, നമ്മൾ പതിവില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ മറന്നു പോകും. എന്തായാലും ഞാൻ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങൾ കാണിച്ചു തരാം. അധികം സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. ആ കുറച്ച് സാധനങ്ങളെ വാങ്ങിച്ചുള്ളൂ. ഞാൻ കാണിച്ചു തരാം. 2 തക്കാളി, 2 ബീറ്റ്റൂട്ട്, പിന്നെ അതേ ഒരു പാക്കറ്റ് മത്തി പോലെ ഇരിക്കണ ഇതൊരു പാക്കറ്റ്. അടുക്കളയുടെ കോലം കണ്ടു. എന്നെപ്പോലെ തന്നെയുള്ള 2-3 റൂംമേറ്റ്സാണ് എനിക്കും. തീരെ വൃത്തിയില്ല. ഞാൻ അടുക്കളയുടെ ഭംഗി കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. എന്നാലും തുണികളാണല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ നമ്മുടെ ജോലി വളരെ ഗംഭീരമായി നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു. ഞാൻ ഫസ്റ്റ് പറഞ്ഞിരുന്നത് 2 ജോലിക്ക് പോകുന്നു, 2 ജോലിയുടെ ഇൻ്റർവ്യൂവിന് പോകുന്നു. പക്ഷേ പോകാൻ പറ്റിയില്ല. കാരണം എന്താ? കാരണം സമയം വൈകി. അപ്പോൾ അത് നാളേക്ക് നമ്മൾ ഷെഡ്യൂൾ ചെയ്തു. നാളെ വന്നോളാൻ പറഞ്ഞിട്ടുണ്ട്. അതെ, അപ്പോൾ നാളെ നമുക്ക് ആ സ്ഥലത്തേക്ക് പോകേണ്ടതെടുക്കാം. ഇന്ന് ഈ സ്ഥലത്തേക്ക് പോയതെടുത്തില്ലേ, നാളെ ആ സ്ഥലത്തേക്ക് പോയതെടുക്കാം. അപ്പോൾ ഇന്നത്തെ ഇവിടെ എത്രയുള്ളൂ. ഇനി ഞാൻ എന്നും ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ഇതുപോലെ വീഡിയോസ് ചെയ്തും ഇടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബിക്കോസ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ആക്റ്റീവായിട്ടിരിക്കാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഭയങ്കര മൂഡ് ഓഫ് ആയി പോയത്. പിന്നെ ഡോണർ കഴിച്ചെങ്കിലും നമുക്ക് കുറച്ച് ചോറ് ഇരിക്കുന്നത് കഴിക്കണം. ഇല്ലെങ്കിൽ അത് കളയേണ്ടി വരും. കളയാതിരിക്കാൻ വേണ്ടി മാത്രം കഴിക്കുന്നു ഞാൻ. അപ്പോൾ ഇന്ന് അത്രയ്ക്കുള്ളൂ. നാളെ നമുക്ക് മറ്റേ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ ഇൻ്റർവ്യൂ കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയുള്ളൂ. ഇതുവരെ ആരും കാണില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ എല്ലാവർക്കും ബൈ.